യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻസ് ആയിരുന്നല്ലേ. ഇനി ഒരു കാര്യം നിങ്ങളോട് ഒരു എക്സ്ട്രാ സാധനം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻസ്റ്റൻ്റ് ഉണ്ടാകുന്ന ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് ഉദ്ദേശിച്ചത് അല്ലേ. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിത് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം രണ്ട് തരത്തിൽ നമുക്ക് ഈ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ നിങ്ങൾ മാത്സിൽ പിന്നെ പഠിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് ഗ്രാഫ് എങ്ങനെ കാണാൻ നോക്കാം. ഇതിൽ സപ്പോസ് നിങ്ങൾക്ക് തന്നുള്ള ഗ്രാഫ് നോക്കിക്കോ. പലതരത്തിലുള്ള ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഏറ്റവും എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്ന തന്നുള്ള ഗ്രാഫ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വെലോസിറ്റി ഉള്ളത് എക്സിൽ നമ്മൾ എക്സ് വെലോസിറ്റി എടുക്കുന്നു, ഇവിടെ ടൈം എടുക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ, എന്ത് ഷേപ്പായാലും കുഴപ്പമില്ല. സപ്പോസ് എനിക്കൊരു ഗ്രാഫ് ഇങ്ങനെ കിട്ടി അല്ലേ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് 2 സെക്കൻഡിലെ വെലോസിറ്റി കാണും. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റി അറ്റ് ദ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എന്നല്ലേ പറഞ്ഞത്. 2 സെക്കൻഡിലെ വെലോസിറ്റി കാണണം. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ടൈം ആക്സ് എവിടെ 2 വരുന്ന നോക്കൂ അല്ലേ. ആ 2 എന്ന പോയിന്റിൽ നിന്ന് നിങ്ങളെ വെലോസിറ്റി ആക്സ്, അതായത് വൈ ആക്സിന് പാരലായിട്ട് ലൈൻ വരും. അത് ഗ്രാഫിൽ ഇവിടെ കൊണ്ട് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു പോയിന്റ് കൊണ്ട് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ വെലോസിറ്റി ആക്സസിലേക്ക് വേറെ ലൈൻ വരക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മീറ്റ് ചെയ്യുന്നത്, ഇവിടെ കിട്ടുന്ന വെലോസിറ്റി എന്താണോ അതായിരിക്കും എന്ത് 2 സെക്കൻഡിലെ വെലോസിറ്റി, അല്ലെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ് അറ്റ് എ ടൈം ഓഫ് 2 സെക്കൻഡ്സ്. ഇനി മറിച്ച് 3 സെക്കൻഡ് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 3 സെക്കൻഡ് ഇവിടെ നോക്കുക. 3 സെക്കൻഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ 3 സെക്കൻഡിൽ നിന്ന് നേരത്തെ പറഞ്ഞ ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കുക. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് ആയിരിക്കും എന്ത് ആ ടൈമിൽ വെലോസിറ്റി. ക്ലിയർ? ഇത് ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലാണ്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള അടുത്ത പ്രശ്നം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ആക്സിസ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, വൈ ആക്സിസ് ഉള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടെ ടൈമാണ്. പല ഷേപ്പ് ആവും ഗ്രാഫിൻ്റെ ഷേപ്പ്. നോക്കിക്കോ, സപ്പോസ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കാണുക. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 സെക്കൻഡ് വെലോസിറ്റി കാണണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 2 സെക്കൻഡ് നേരത്തെ പോലെ തന്നെ 2 സെക്കൻഡ് നേരെ ലൈൻ വരക്കുന്നു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണുന്നു അല്ലേ, ഈ മീറ്റ് പോയിന്റ് കൊണ്ടു. എന്നിട്ട് ഈ പോയിന്റിൽ സ്ലോപ്പ് കാണും അല്ലേ ചെയ്യേണ്ടത്. ഈ പോയിന്റിൽ സ്ലോപ്പ് കാണുമെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഭാഗത്ത് ഈ ഹൈറ്റില്ലേ, ഈ ഹൈറ്റ് നമുക്ക് എന്ത് കാണാം? ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. x2 - x1 കാണാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? t കിട്ടും. ശരിയല്ലേ? അപ്പോൾ എന്താ വെലോസിറ്റി വരിക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു x2 - x1 ഡിവൈഡ് ബൈ t എന്ന് വരും. അപ്പോൾ ഇത് ഇവിടെ 3 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? അപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് സ്ലോപ്പ് വെലോസിറ്റി തന്നെയായിരിക്കും, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തന്നെയായിരിക്കും, ഈ പറഞ്ഞ v തന്നെയായിരിക്കും. കാരണം നമുക്ക് തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് പോയിന്റിലെ വെലോസിറ്റി എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? അത് സെയിം ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഈ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു യൂണിഫോം മോഷനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിഫോം വെലോസിറ്റിയാണ്. ക്ലിയർ? ഇനി ഇങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് തിരിച്ച് ഇങ്ങനൊരു ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ്
ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നു, ടൈം വരുന്നു അല്ലേ. നിങ്ങളുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു കർവ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കോ, ഇതാണ് 2 സെക്കൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 2 സെക്കൻഡിൽ സ്ലോപ്പ് കാണാം. അപ്പോൾ എന്താ ചെയ്യുന്നറിയോ? വരയ്ക്കുന്നു. ഇത് പി എന്ന പോയിന്റ് കൊണ്ടിട്ട് മീറ്റ് ചെയ്യുന്നു, ശരിയല്ലേ. ഇത് ചെയ്യേണ്ട കാര്യം, ആ പി എന്ന പോയിന്റിൽ സ്ലോപ്പ് വരക്കുക എന്നുള്ളതാണ്. സ്ലോപ്പ് വരയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ പി എന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാൻജൻറ്റ് വരക്കണം, മനസ്സിലായില്ലേ. എന്നിട്ട് ആ ടാൻജൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക, മനസ്സിലായല്ലോ. നിങ്ങൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നേരത്തെ പോലെ x2 - x1 ആയിരിക്കും. ഇതെന്തായിരിക്കും? ടൈം t ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി v = x2 - x1 / t എന്ന് കിട്ടും. അതായിരിക്കും എന്ത്? 2 സെക്കൻഡിലെ വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പം ഇത് ഇനി അടുത്ത് നിങ്ങൾ ഇവിടെ 3 എന്ന സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന വെലോസിറ്റി സെയിം ആയിരിക്കുമോ? ഇല്ല, നേരത്തെ പോലെ വെലോസിറ്റി ആയിരിക്കും, ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും. കാരണം ഇതൊരു സ്ട്രൈറ്റ് ആണല്ലോ, ഇതൊരു കർവാണ്, മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനെ കർവ വരുന്നതെങ്കിൽ ഓരോ പോയിന്റിലും വെലോസിറ്റി എന്തായിരിക്കും? അവിടെ ഡിഫറെൻ്റ് ആയിരിക്കാം, മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ പോയിന്റിലെയും വെലോസിറ്റി നമ്മൾ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റിലെയും സ്ലോപ്പ് കാണണം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്ലോപ്പ് കണ്ടിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി അപ്പോൾ ഇത് ഗ്രാഫ് നിന്ന് കാണാനുള്ള മെത്തേഡാണ്. ഇനി ഇതല്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ മാത്സിൽ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കും. ഞാൻ ജസ്റ്റ് ഒരു കാര്യം മാത്രം ഇതിൽ പറഞ്ഞുതരാം. ഡിഫറൻഷ്യൽ ഇക്വേഷന് കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ തൽക്കാലം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്കോട്ട് മനസ്സിലാക്കും, ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിക്കാം. സപ്പോസ് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരുവാണ്. ആ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. x = t⁻n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ടൈം സച്ച് ദാറ്റ് ദിസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0. നമ്മളിങ്ങനെ എഴുതുക, ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നറിയോ? ഈ എക്സിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എന്താ വെരി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം. ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചേഞ്ചാണ് അല്ലേ ടൈമിൽ. ഇത് മാത്സിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു dx/dt എന്ന് എഴുതാറുണ്ട്. ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0, ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം, ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 മീൻസ് ദാറ്റ്സ് ഈക്വൽ ടു dx/dt. ഇത് ഈ കേസിൽ ഓർത്ത് നോക്കുക, ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ്സ് ഈക്വൽ ടു d/dt ഓഫ് അല്ലേ, എന്താ എക്സ് വന്ന ഇവിടെ? x = t⁻n ആണ്. ശരിയാണല്ലോ. ഇത് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആയിരിക്കും ദാറ്റ്സ് ഈക്വൽ ടു n × t⁻n - 1 ആയിരിക്കും. n × t⁻n - 1 ഓർത്ത് നോക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും നമ്പർ ആയിരിക്കാം. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ, നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഇക്വേഷൻ തരുന്നു x = t². അങ്ങനെയാണെങ്കിൽ എന്താ dx/dt വരുമോ? അപ്പോൾ dx/dt എന്ത് കിട്ടും? d/dt ഓഫ് എന്ത് വരും? t² എന്ന് വരും അല്ലേ. ഈക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ n വരെ എന്താ കിട്ടുന്നത്? 2 അല്ലേ. സോ ഇറ്റ്സ് ഈക്വൽ ടു 2 × t⁻2 - 1. ദാറ്റ് മീൻസ് 2 × t⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2t ആണ്. ക്ലിയർ? അപ്പോൾ ഏത് നമ്പർ കിട്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചിലർ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, സപ്പോസ് x = t ആണെങ്കിലോ ഇപ്പം എന്താ കിട്ടുക? dx/dt എന്താണത്? ഇറ്റ്സ് ഈക്വൽ ടു d/dt ഓഫ് എന്താണ്? t ആണ്. വേണം നേരത്തെ പോലെ ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. d/dt ഓഫ് t എന്ന് മാത്രമാണ് 1 ആണ്. നേരത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്? t⁻1 ആണല്ലേ. t⁻1 എന്ന് പറഞ്ഞാൽ 1 × എന്താ കിട്ടുക? 1 × t⁻1 - 1 കിട്ടും എന്ന് പറഞ്ഞാൽ 1 × t⁻0. t⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 1. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഫസ്റ്റ് ഇതാണ്, x = t⁻n ആണെങ്കിൽ dx/dt വരുന്നത് n × t⁻n - 1 ആണ്. ഓക്കെ,
ഇനി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടി ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എത്രയാണത്? 1 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അവിടെ എടുക്കുന്നത് ബി ആണ്. ബി എന്ന കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താ ഡി എക്സ് ബൈ ഡി ടി വരിക? ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ബി എന്ന് കിട്ടും. ശരിയല്ലേ? ബി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ബിക്ക് മാറ്റമൊന്നുമില്ല. അപ്പം ഡി ബൈ ഡി ടി ഓഫ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ബി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം അല്ലേ? ബി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബിക്ക് ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഡി ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇനി സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, ബി ടി റേസ് ടു എൻ. ഓക്കെ. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? കോൺസ്റ്റൻ്റ് വരുന്നുണ്ട്, എന്നിൻ്റെ പവറും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കിട്ടുക. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ബി കോൺസ്റ്റൻ്റ് അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. പിന്നെ എന്താ ഉള്ളത്? ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു എൻ. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു ബി ഇൻറ്റു എന്താ ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് എന്ന് പറഞ്ഞാലോ എൻ ഇൻറ്റു ടി റേസ് ടു എൻ മൈനസ് 1. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. റൈറ്റ്? ഇത് വെച്ചിട്ട് വേണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻസിഡൻസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഓബ്ജക്റ്റിൻ്റെ മോഷൻ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണത്. എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് പ്ലസ് സി ടി സ്ക്വയർ. ഓക്കെ. ഇവിടെ ബിയും സിയും കോൺസ്റ്റൻ്റ് ആണ്. ബീൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബി ഇസ് ഈക്വൽ ടു ഒരു കാര്യം ചെയ്യും, ഒരു മിനിറ്റ്, ചെറിയത് മാറ്റമുണ്ട്. ബി എക്സ് അല്ല ഇവിടെ വരുന്നത്, ബി എക്സ് അല്ല ബി ടി അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു ബി ടി പ്ലസ് സി ടി സ്ക്വയർ. ശരിയാണല്ലോ? ഇവിടെ ബീൻ്റെ വാല്യൂ തന്നിട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സപ്പോസ് 2. എന്താ ഈ ബീൻ്റെ യൂണിറ്റ് വരിക നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 ഇസ് ഈക്വൽ 2 മീറ്റർ പെർ സെക്കൻഡാണ് വരും അല്ലേ? കാരണം എക്സ് മീറ്ററിലാണ്, ടി ടൈം സെക്കൻഡിലാണ്. സോ ബീൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എക്സിൻ്റെ യൂണിറ്റ് തന്നെ ആയിരിക്കണം. ആരെ യൂണിറ്റ്? ബി ടിയുടെ യൂണിറ്റ്. ദോ യൂണിറ്റ് ഓഫ് ബി ഷുഡ് ബി ഇസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടി ആണ്. മീൻസ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നിങ്ങൾ പണ്ട് പഠിച്ച കാര്യമാണ്. സപ്പോസ് സീൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് സി ഇസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ഈ നിങ്ങൾ ഈ ഇക്വേഷൻ എന്നത് എക്സ് ഇസ് ഈക്വൽ ടു ബി ടി പ്ലസ് സി ടി സ്ക്വയർ എന്ന ഇക്വേഷൻ എന്നുള്ളത് ഒരു ഓബ്ജക്റ്റിൻ്റെ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ് എപ്പോൾ നിങ്ങൾ ടൈം പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഓബ്ജക്റ്റ് വെൻ ടൈം ടി ഇസ് ഈക്വൽ ടു 3 സെക്കൻഡ്. 3 സെക്കൻഡിൽ ഈ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്തെന്ന് കാണും. മാത്രമല്ല ആ 3 സെക്കൻഡിൽ ഈ ഓബ്ജക്റ്റിൻ്റെ ആക്സിലേഷൻ എന്താണെന്നും കാണും. ശരിയാണല്ലോ? അപ്പോൾ വെലോസിറ്റി കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മളെന്താ പഠിച്ചത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് മീൻസ് ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ് ഡിവൈഡ് ബൈ ഡി ടി. ശരിയല്ലേ? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും അങ്ങനെയാണെങ്കിൽ? ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സിന് പകരം എന്താ കിട്ടുക? എക്സിന് പകരം നമുക്ക് ബി ടി പ്ലസ് സി ടി സ്ക്വയറിന് എടുക്കാം. ശരിയല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്ത് വന്നു? ബി ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സി ടി സ്ക്വയർ. ഞാനല്ലേ കിട്ടുക? നേരത്തെ പഠിച്ച മെത്തേഡ് യൂസ് ചെയ്തു. ഇവിടെ ബി ടി ബി കോൺസ്റ്റൻ്റ് അല്ലേ? ഇവിടെ സി ടി സ്ക്വയർ, ഇവിടെ സി കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞില്ലേ? സോ ബി ഇൻറ്റു എന്ത് വന്നു? ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് വന്നു. ശരിയല്ലേ? പ്ലസ് ഇവിടെ സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഞാനല്ലേ വരൂ? ഈക്വൽ ടു ബി ഇൻറ്റു എന്താ ഡി ബൈ ഡി ടി ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു 1 ആണല്ലേ? പ്ലസ് സി ഇൻറ്റു എന്താ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. അവിടെ നമ്മൾ ടി റേസ് ടു എൻ്റെ ഡിഫറൻഷ്യൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനില്ലേ അത് യൂസ് ചെയ്യണം. ഓക്കെ. സി ഇൻറ്റു എന്ത് കിട്ടും? 2 ഇൻറ്റു ടി റേസ് ടു 2 - 1 ദാറ്റ് മീൻസ് ബി പ്ലസ് 2c
ടി റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടി റേസ് വൺ എന്ന് പറഞ്ഞാൽ ടി ആണ്. ഇതാണ് വെലോസിറ്റി. ക്ലിയർ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി വെൻ ടൈം ടി ഈസ് ഈക്വൽ ടു എത്രയാകുന്നത് 3 സെക്കൻഡ്, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടിക്ക് പകരം 3 സെക്കൻഡ് എന്ന് കൊടുക്കും. ബീൻ്റെ വാല്യൂ നമുക്കറിയാം, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, ശരിയല്ലേ? പ്ലസ് 2 ഇൻറ്റു സീൻ്റെ വാല്യൂ 4 ആണ്, ശരിയല്ലേ? ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 3 ആണ്. ക്ലിയർ? ദാറ്റ് മീൻസ് 2 പ്ലസ് എത്ര കിട്ടും? 24 എന്ന് കിട്ടും, ശരിയാണോ? റൈറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടി? 26 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് the velocity when time is equal to 3 seconds. That means the instantaneous velocity. 3 സെക്കൻഡ് മാറ്റി നിങ്ങൾക്ക് 2 സെക്കൻഡ് വെലോസിറ്റി കാണണമെങ്കിൽ ഒന്നുമില്ല, നമുക്ക് ഈ ടി കിട്ടിയത് നിങ്ങൾക്ക് ഇവിടെ ഈ ടിക്ക് വരുന്നത് കൊടുത്താൽ മതി, 2 എന്ന് കൊടുത്താൽ മതി. ഇനി 10ാമത്തെ സെക്കൻഡിലാണ് കാണണമെങ്കിൽ ടിക്ക് വരുന്നത് കൊടുക്കുക, 10 കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്സിലറേഷൻ കാണാനാണല്ലേ. ആക്സിലറേഷൻ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിയാം നിങ്ങൾക്ക്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ആണ്. ദാറ്റ് മീൻസ് എന്താ കിട്ടുന്നത്? ഡി വി ബൈ ഡി ടി ആണല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം, ശരിയല്ലേ? ദാറ്റ് മീൻസ് ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്താ വി വരുന്നത്? വി എന്താ വരുന്നത്? കഴിഞ്ഞ ഇക്വേഷൻ നോക്കണം. ഇവിടെ നമുക്ക് വി എന്താ കിട്ടിയത്? വി ഇസ് ഈക്വൽ ടു ഇതല്ലേ കിട്ടിയത്? വി ഇസ് ഈക്വൽ ടു ബി പ്ലസ് 2ct എന്നല്ലേ കിട്ടിയത്, അല്ലേ? ഈ വിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം, ബി പ്ലസ് 2ct. ഓക്കെ. ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ബി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എന്ത് വന്നു? 2ct എന്ന് വന്നു, ശരിയല്ലേ? അവിടെ ടീൻ്റെ വാല്യൂസ് കൊടുത്തതിന് ശേഷമുള്ള ഫൈനൽ ഇക്വേഷൻ എടുക്കാൻ പാടില്ലേ. ടി കൊടുക്കുന്നത് തൊട്ടുമുള്ള ഇക്വേഷൻ വേണം എടുക്കാൻ. അറിയാം നിങ്ങൾക്ക്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡി ബൈ ഡി ടി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ചേഞ്ച് ഇൻ ബി വിത്ത് റെസ്പെക്ട് ടു ടൈം. ബിക്ക് ചേഞ്ച് ഉണ്ടാവില്ല, ദ ഫോർ ദി ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇത് ചെയ്യുമ്പോൾ 2c എന്ന ടേം 2 കോൺസ്റ്റൻ്റ് ആണ്, ടി കോൺസ്റ്റൻ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 2c നമുക്ക് പുറത്തെടുത്താൽ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ഡി ബൈ ഡി ടി ഓഫ് ടി മാത്രമേ ഉള്ളൂ, അല്ലേ? എന്താ ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറഞ്ഞാലോ 1 ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 0 പ്ലസ് 2c ഇൻറ്റു 1 കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു എന്ത് വന്നു? 2c എന്ന് കിട്ടി, അല്ലേ? മീൻസ് 2 ഇൻറ്റു എന്താ സീൻ്റെ വാല്യൂ? സീൻ്റെ വാല്യൂ നമുക്ക് കൂടെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. സി എന്നുള്ളത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് കൊടുക്കാം? അവിടെ 4 എന്ന് കൊടുക്കാം. സോ ഇറ്റ്സ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ കിട്ടി. ഈ ആക്സിലറേഷൻ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് വിളിക്കാം, മനസ്സിലായല്ലോ? അപ്പോൾ ഈ നമ്മളിപ്പം വെറും ബേസിക് സാധനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഡി ബൈ ഡി ടി എഫ് കുറച്ച് ടേംസ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതല്ലാതെ ഇനിയും ഒരുപാട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പിന്നെ മാത്സ് പഠിച്ചോ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ വരുന്നുണ്ട്, പിന്നെ അതുപോലെ 1/t വരുന്നുണ്ട്, ലോഗ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് ഫിസിക്സിന് വേണ്ട സംഭവങ്ങൾ മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. ഇതുകൂടെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തന്ന വർക്ക് ഷീറ്റിലെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ.